എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു എസ്കലേറ്ററിൻ്റെ വർക്കിംഗ് മോഡലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതുണ്ടാക്കാൻ ആദ്യം വേണ്ട ഇതുപോലൊരു കാർബോണിൻ്റെ പീസാണ്. എസ്കലേറ്റർ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലൊരു പേപ്പർ റോൾ എടുക്കുക. പേപ്പർ റോൾ എടുത്തിട്ട് ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. രണ്ട് പേപ്പർ റോളുകളും ഒരേ സൈസിൽ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചുറ്റും വെക്കാനായിട്ട് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കുക എന്നുള്ളത്. അതിനായിട്ട് കോമ്പസ് എടുത്തിട്ട് ഏകദേശം ഈ ഒരു അളവ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതേ അളവിൽ 2 റൗണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 4 റൗണ്ട് പീസുകൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരേ ആകൃതിയുള്ള 4 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് 4 സ്റ്റാൻഡ് ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ 4 സ്റ്റാൻഡ് ആക്കാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. 4 സൈസിലാണ് ആക്കുന്നത്. 2 ഒരേ സൈസിലും ബാക്കി 2 വേറെ സൈസിലുമാണ് ആക്കുന്നത്. അപ്പോൾ അതിനെ ആകാം. നാല് സ്റ്റാൻഡുകളും ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. അതിനായിട്ട് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ 4 തൂണുകളും അതുപോലെ 2 റോളുകളും റെഡി ആയിട്ടുണ്ട്. ഈ തൂണിന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ ബേക്ക് വശത്തൊക്കെ ആയിട്ട് കുറച്ച് കട്ടിക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് ചുറ്റും ഒരു പേപ്പറിൻ്റെ കഷ്ണം ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡ് എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കീറി എടുക്കുകയാണ് ചെയ്യുന്നത്. കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ അടർത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പോർഷനാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പോർഷൻ അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു വലിയ പേപ്പർ മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു വലിയ പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് രണ്ടും കൂടി നമുക്ക് ജോയിൻ്റ് ആക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഈർക്കിലിൻ്റെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. 2 ഈർക്കിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ മുകളിലത്തേതൊന്ന് ഇട്ട് നോക്കാം. പ്രൊജക്റ്റിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മോട്ടറുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഇതുപോലൊരു പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബാറ്ററി ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം.
ഇതാണ് വർക്കിംഗ് മോഡൽ വരുന്നത്. ഇതിൻ്റെ ബാറ്ററിയുടെ പവർ അനുസരിച്ച് ഇത് നല്ല സ്പീഡിൽ തന്നെ കറക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഈ ഒരു വർക്കിംഗ് മോഡൽ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടമായി തീർച്ചയായും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. അടുത്തൊരു കിടിലം വീഡിയോ നമുക്ക് അടുത്ത ദിവസം കണ്ടുവിട്ടാം. അതുവരെ ഗുഡ് ബൈ.